നമസ്കാരം, നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ മാസം 21-ാം തീയതി രേവതി നക്ഷത്രമാണ് വരുന്നത്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല ഫലങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം പല കാര്യങ്ങൾക്കും തടസ്സവും അനാവശ്യ ചിലവുകളെല്ലാം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അലർജി, ജലദോഷം, പനി, ചുമ അത്തരം അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരമര. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. പല രീതിയിൽ പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല ഫലങ്ങളും ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് അഭിപ്രായ ഭിന്നതയോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മിഥുനരാശി മകീരര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കാനോ പ്രവർത്തന രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളെല്ലാം ഉന്നത വിജയം നേടാൻ സാധിക്കും. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ദൈവാധീനമുള്ള ഒരു കാലമാണ്. പ്രവർത്തന രംഗത്തെല്ലാം അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്ന പോലെ ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുന്നതാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. എതിരായി നിന്നിരുന്ന ആൾക്കാരെ പോലും നമുക്ക് വശത്താക്കാനൊക്കെ സാധിക്കുന്നതാണ്. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പലവിധമായ തടസ്സങ്ങളും നേരിടേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ഒരു കാര്യത്തിനും ഇന്ന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. പല കാര്യങ്ങളും മറ്റൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ നല്ലൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല ഫലങ്ങളും പ്രതീക്ഷിക്കാം. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും കമിതാക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകാനെല്ലാം സാധ്യതയുള്ളൊരു ദിവസമാണ്. പല പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങളെല്ലാം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. പഴയകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനും യോഗമുള്ളൊരു ദിവസമാണ്. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ളൊരു കാലമാണ്. അതേസമയം മനക്ലേശവും ടെൻഷനും സാമ്പത്തിക ഞെരുക്കവും എല്ലാം അതോടൊപ്പം ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്കും അലസതയും മടിയും എല്ലാം തോന്നും. ഒരു ഉത്സാഹക്കുറവ് ഇന്നത്തെ ദിവസം അധികമായിട്ട് തോന്നാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. അവിവാഹിതരുടെ വിവാഹ കാര്യമൊക്കെ തീരുമാനമാകാതെ നീണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് എല്ലാ കാര്യത്തിനും ഉത്സാഹം അധികമായിട്ട് തോന്നുന്ന ഒരു ദിവസമാണ്. ചെറുതോർക്കോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കും. സമയബന്ധിതമായിട്ട് ചെയ്ത് തീർക്കാനും അതെല്ലാം വിജയിപ്പിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. നിയമകാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട്. ധാരാളം പണം വന്നു ചേരാൻ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിലൂടെ, ചിട്ടിയിലൂടെ അല്ലെങ്കിൽ സമ്പാദ്യ പദ്ധതിയിലൂടെയൊക്കെ ഒരു കൂട്ടിയ പണമൊക്കെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നൊരു ദിവസമാണ്. ധാരാളം യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ബന്ധുക്കളും ഒത്തുള്ള ഒരുമിച്ചുള്ള യാത്രകൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗിക യാത്രകളും ഗുണകരമായിട്ട് മാറുന്ന ഒരു ദിവസമാണ്. ഈശ്വരാധീനം ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു കാലത്തിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഒരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു തടസ്സം ഉണ്ടാവാൻ എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര. ഈ രാശിക്കാർക്ക് പുതിയ വീട് വാങ്ങാനോ വീട് നിർമ്മിക്കാനോ
അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. സഹോദര സഹായം ലഭിക്കാനും പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകാനും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. പുണ്യകർമ്മങ്ങൾക്കെല്ലാം വിഘ്നം വരാൻ അല്ലെങ്കിൽ മുടക്കം വരാനും പ്രാർത്ഥനകൾക്കൊക്കെ തടസ്സം വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അമ്പലത്തിലോ ആരാധനാലയത്തിലൊക്കെ രാവിലെ പോകണമെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് ഒരു ഗസ്റ്റ് വരിക അല്ലെങ്കിൽ മഴ പെയ്യുക അങ്ങനെ അതെല്ലാം നീണ്ടുപോകാൻ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂർട്ടാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. പരീക്ഷയിലും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത വിജയം നേടാൻ സാധിക്കും. പണമിടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറുന്നതാണ്. ബിസിനസ്സെല്ലാം ഇന്ന് കൂടുതൽ ഗുണകരമായിട്ട് മാറാൻ സാധ്യത കാണുന്നുണ്ട്. പല രീതിയിൽ ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വരുമാന മാർഗം വർദ്ധിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ വരുമാന സ്രോതസ്സുകൾ പുതുതായിട്ട് കണ്ടെത്താനൊക്കെ സാധിക്കും. മീനൻ രാശി പൂർട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം എല്ലാത്തിനും ഉത്സാഹം അധികമായിട്ട് തോന്നും. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും യാത്രകൾ കൊണ്ട് നേട്ടം കൈവരിക്കാനും സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ചു കിട്ടാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ നിയമന ഉത്തരവ് ലഭിക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.